ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. ജാതകത്തിൽ ശനി ദുർബലനായി ഓരോ രാശിയിൽ നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷപ്രകാരം ജാതകവശാൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയനുസരിച്ച് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ കഴിയും. എന്നാൽ മെഡിക്കൽ സയൻസ് അനുസരിച്ച് രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞ ശേഷമായിരിക്കും മിക്കവാറും രോഗങ്ങളെക്കുറിച്ചറിയുക. ശനി ഒരു താമസഗ്രഹമാണ്. ശനി വായുപ്രധാനവുമാണ്. തടസ്സവും കാലതാമസവുമാണ് ശനിയുടെ പ്രത്യേകത. ശനിക്ക് വേറെയും ഒരുപാട് കാരകത്വമുണ്ടെങ്കിലും ജാതകവശാൽ ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ശനിയുമായി ബന്ധപ്പെട്ട ശരീരാവയവങ്ങളാണ് കാല്, എല്ല്, മാംസപേശികൾ, സ്നായുക്കൾ, പല്ല്, തലമുടി, തൊലി, ഗ്രന്ഥികൾ, വൻകുടൽ, മലദ്വാരം എന്നിവ. ശനിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാന രോഗങ്ങളാണ് വായുദോഷപ്രകൃതമായ അസുഖങ്ങൾ, മാറാരോഗങ്ങൾ, ഉന്മാദം, പക്ഷപാതം, ബുദ്ധിമാന്ദ്യം, ക്യാൻസർ, മുഴകൾ, മന്ത്, വ്രണങ്ങൾ, മാനസിക വിഭ്രാന്തി, മാനസിക നൈരാശ്യം, അംഗവൈകല്യം, മുറിവ്, ഒടിവ്, സന്ധിരോഗങ്ങൾ, ഗുഹ്യരോഗങ്ങൾ, ദന്തരോഗങ്ങൾ, അതുപോലെ തന്നെ വളർച്ചക്കുറവ്, മലബന്ധം, അപകടങ്ങൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ, പാദരോഗങ്ങൾ, അധ്വാനഭാരം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, വാതരോഗങ്ങൾ, ഗ്രന്ഥിരോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളായിരിക്കും. ശനിയുടെ ദോഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ മിക്കതും തന്നെ ദീർഘകാലം കൊണ്ടേ മാറുകയുള്ളൂ. ചില രോഗങ്ങൾ മാറാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തു വന്നു വരാം. ശനിക്ക് ശുഭസ്ഥിതിയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ജാതകത്തിലോ ഗ്രഹസ്ഥിതിയിലോ ഇല്ലെങ്കിൽ പല രോഗങ്ങളും മാറാനും ബുദ്ധിമുട്ടാണ്. അവ വന്നും പോയും കൊണ്ടിരിക്കും. ഇക്കാലയളവിൽ ശനി ഗോചരവശാലുള്ള ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി കൂടിയ വന്നാലുള്ള സ്ഥിതി വളരെ മോശമായിരിക്കും. എന്നാൽ ജ്യോതിഷപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങളും വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഔഷധങ്ങളും ഉപയോഗിക്കുകയും ചെയ്താൽ രോഗം വർദ്ധിക്കാതിരിക്കാനും പെട്ടെന്ന് തന്നെ രോഗം ശമിപ്പിക്കാനും കഴിയും. ശനി നിങ്ങളുടെ ജാതകത്തിൽ നീചസ്ഥിതനോ ദുർബലനോ മൗഢ്യനോ ആണെങ്കിൽ ഓരോ രാശിയിലും നിന്നാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പറയാം. ശനി നിങ്ങളുടെ ജാതകത്തിൽ മേടൻ രാശിയിൽ ദുർബലനായി നിന്നാൽ തലവേദന, തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങൾ, പക്ഷപാതം, സന്നിപാതം മുതലായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ശനി ഇടവം രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ മലബന്ധം, തൊണ്ട സംബന്ധമായ രോഗങ്ങൾ, നേത്രരോഗം, മോണവേദന, പല്ലുവേദന എന്നീ അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ശനി മിഥുനം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, ആസ്മ, ചുമ, കാസം, ബധിരത, വാതരോഗങ്ങൾ, കൈതോളുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ മരവിപ്പോ അനുഭവപ്പെട്ടേക്കാം. ശനി കർക്കിടകൻ രാശിയിലാണ് ദുർബലനായി നിൽക്കുന്നതെങ്കിൽ ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അന്നനാളത്തിൽ വ്രണം, വലിയ വിശപ്പ്, സ്തനരോഗങ്ങളോ സ്തനാർബുദമോ പാണ്ഡുരോഗം എന്നീ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ശനി ചിങ്ങം രാശിയിലാണ് ദോഷവാനായി നിൽക്കുന്നതെങ്കിൽ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, മാംസപേശികൾക്ക് ബലക്കുറവ്, ക്ഷീണം, ഹൃദ്രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ശ്വാസകോശങ്ങൾ എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ശനി കന്നിരാശിയിലാണ് ബലഹീനനായി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ, വയറ്റിൽ മുഴ, അപ്പൻഡിസൈറ്റിസ്, ദഹനക്കേട് എന്നീ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ശനി തുലാം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ അർശസ്, സന്താനോൽപാദന ബലഹീനത, മൂത്രാശയ രോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, മൂത്രതടസ്സം, പല്ലുവേദന, തൊണ്ട സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. ഇനി ശനി വൃശ്ചികം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ മലബന്ധം, അർശസ്, ആർത്തവ സംബന്ധമായ അസുഖങ്ങൾ, തൊണ്ടവേദന, ദന്തരോഗങ്ങൾ, നപുംസകത്വം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. ശനി ധനുരാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ സന്ധിരോഗങ്ങൾ, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ, തുടയെല്ല് എന്നിവയ്ക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ശനി മകരം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ മകരം രാശി ശനിയുടെ സ്വക്ഷേത്രമാണെങ്കിൽ കൂടി ബലഹീനനാണെങ്കിൽ നിൽക്കുന്നതെങ്കിൽ വീഴ്ച, അപകടങ്ങൾ, മുറിവ്, കാൽമുട്ടിന് ഒടിവ് മുതലായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കൂടുതലാണ്. ശനി കുംഭം രാശിയിലാണ് ബലഹീനനായി നിൽക്കുന്നതെങ്കിൽ കണങ്കാലുകൾക്ക് രോഗങ്ങളോ ഒടിവോ അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളും ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കും സാധ്യത കൂടുതലാണ്.
ശനി മീനം രാശിയിലാണ് ദുർബലനായി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പാദരോഗങ്ങൾ, പാദത്തിന് വൈകല്യം, കണങ്കാലിന് വേദന, വിരലുകൾ എന്നിവയ്ക്ക് വേദനയോ ഒടിവോ ചതവോ ഉണ്ടായേക്കാം. ശനിദശാകാലത്തും ശനി ചാരവശാൽ വരുമ്പോഴും ഉണ്ടാകുന്ന കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി എന്നീ സമയത്തായിരിക്കും ഈ കൂടുതൽ അസുഖങ്ങൾ അനുഭവപ്പെടുക. ഇനി ശനി ജാതകത്തിൽ ഏതെല്ലാം സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ബലഹീനനാവുന്നത് നോക്കാം. ജാതകത്തിൽ ശനി രവിയുടെ നക്ഷത്രമായ കാർത്തിക, ഉത്രം, ഉത്രാടം, മകരം, ചിത്തിര, അവിട്ടത്തിൽ നിൽക്കുക. ജാതകത്തിൽ ശനി നീചരാശിയായ മേടത്തിൽ നിൽക്കുക. ശനി ജാതകത്തിൽ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുക. 6ാം ഭാവം ശനിക്ക് മറ്റു കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും രോഗത്തിന് നല്ലതല്ല. അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ആയുസ്സിന് നല്ലതാണെങ്കിലും രോഗത്തിന് നല്ലതല്ല. ജാതകത്തിൽ ശനിക്ക് 6, 8, 12 ഭാവാദികളുടെ യോഗദൃഷ്ടികൾ വരിക. ജാതകത്തിൽ ശനിക്ക് 2, 7 ഭാവങ്ങളിലെ സ്ഥിതി കൊണ്ട് മാരകത്വം വരിക. ജാതകത്തിൽ ശനിക്ക് ബാധകാധിപത്യം വരിക. ജാതകത്തിൽ ശനി ഏതു രാശിയിലായാലും മൃത്യുഭാഗയിൽ നിൽക്കുക. ജാതകത്തിൽ ശനി 22ാം ദ്രാക്കാണത്തിൽ നിന്നാലും 22ാം ദ്രാക്കാണിപതി ആകുകയോ ചെയ്താലും, ശനി വക്രത്തിലോ ഗ്രഹയുദ്ധത്തിലോ തോൽക്കുകയോ ചെയ്താലും, ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ഒരു ജാതകത്തിൽ ഉണ്ടായാൽ ശനി ദുർബലനാവും. ശനിയുടെ ദശാപകാരങ്ങളിൽ ശനിക്ക് പറഞ്ഞിട്ടുള്ള രോഗങ്ങൾ ശനിയുമായി ബന്ധപ്പെട്ട ശരീരാവയവത്തിന് തീർച്ചയായും അനുഭവപ്പെടുകയും ചെയ്യും. ശനിക്ക് ബലസ്ഥിതി കുറയും തോറും രോഗത്തിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരും. ഉത്തമനായ ഒരു ജ്യോതിഷി നിർദ്ദേശിക്കുന്ന പരിഹാര കർമ്മങ്ങളോടൊപ്പം തന്നെ പ്രഗത്ഭനായ ഒരു വൈദ്യൻ്റെയോ ഡോക്ടറുടെയോ നിർദ്ദേശിക്കുന്ന ഔഷധം സേവിക്കുകയും ചെയ്താൽ രോഗശാന്തി കൈവരും. ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും, ശിവന് കൂവളമാല, ധാര എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, സഹസ്രനാമ പാരായണവും, കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥ ക്ഷേത്രത്തിലുള്ള ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.